നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. അടുത്ത സീസൺ ആരംഭിക്കാൻ പോകുന്നു. നമ്മൾ നിലവിൽ ലോകത്തെ ഏറ്റവും മികച്ച ക്ലബ്ബ് ഏതാണ്? ഒരു റാങ്കിങ് പരിശോധിക്കുകയാണ്, പവർ റാങ്കിങ്. ഇപ്പോൾ അന്താരാഷ്ട്ര ഫുട്ബോൾ ആണെങ്കിൽ ഫിഫയുടെ റാങ്കിങ് ഉണ്ട്, നമുക്കത് നോക്കിയാൽ മതി. പക്ഷേ ക്ലബ് ഫുട്ബോളുമായി ബന്ധപ്പെട്ടിട്ട് ഒപ്റ്റയുടെ പവർ റാങ്കിങ് ആണ് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ നമ്മളൊന്ന് പരിശോധിക്കുകയാണ് നിലവിൽ ലോകത്ത് മികച്ച നിലയിൽ നിൽക്കുന്ന ക്ലബ്ബുകൾ ഏതാണ്, റാങ്കിങ്ങിൽ ഒന്നാമത്, രണ്ടാമത്, ആദ്യ 20 സ്ഥാനത്ത് ആരൊക്കെയാണെന്ന് നോക്കാം. പിന്നെ മെസ്സിയുടെ ടീം, ക്രിസ്ത്യാനോയുടെ ടീം, നെയ്മറുടെ ടീമൊക്കെ എവിടെ നിൽക്കുന്നു എന്നൊക്കെ നോക്കാം. ഏതായാലും ഇപ്പോൾ പവർ റാങ്കിങ് അനുസരിച്ച് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ആഴ്സണലാണ് ഒന്നാമത്. ലോകത്തെ ഏറ്റവും മികച്ച ക്ലബ്ബായിട്ട് അവതരിപ്പിക്കുന്നു. നിലവിൽ ഏറ്റവും പുതിയ റാങ്കിങ് അനുസരിച്ച് ഇത് ജൂലൈ 31 ഏറ്റവും ഒടുവിൽ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പം ആഴ്സണലാണ് ഒന്നാമത്. രണ്ടാമത് ബയേൺ മ്യൂണിക്ക്, 3 മാഞ്ചസ്റ്റർ സിറ്റി, 4 പാരീസ് സെന്റ് ജെർമൻ, 5 FC ബാഴ്സലോണ, 6 മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, 7 ആസ്റ്റൺ വില്ല, 8 റയൽ മാഡ്രിഡ്, 9 ഇന്റർ മിലാന്, 10 ലിവർപൂൾ. ഇതാണ് ടോപ്പ് 10. ഇനി ഒരു 10 ടീമുകൾ കൂടി നോക്കാം. 11 ബേൺമൗത്ത്, 12 ബ്രൈറ്റൺ, 13 ന്യൂകാസിൽ യുണൈറ്റഡ്, 14 ബ്രെൻഫോർഡ്, 15 ബൊറൂസിയ ഡോട്ട്മുണ്ട്, 16 സ്പോർട്ടിംഗ് CP, 17 ചെൽസി, 18 നോട്ടിംഗ്ഹാം ഫോറസ്റ്റ്, 19 ബെൻഫിക്ക, 20 ക്രിസ്റ്റൽ പാലസ്. ഇങ്ങനെയാണ് പോകുന്നത്. നമുക്ക് സ്വാഭാവികമായിട്ടും ആരാധകർ ഉറ്റുനോക്കുന്ന ചില ക്ലബ്ബുകൾ ഉണ്ടല്ലോ. അതായത് നമ്മുടെ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ക്ലബ്ബ് അൽ നസ്ർ എവിടെ എത്തി നിൽക്കുന്നു, അതുപോലെ തന്നെ നമ്മുടെ ലയണൽ മെസ്സിയുടെ ക്ലബ്ബായിട്ടുള്ള ഇന്റർ മയാമി എവിടെ എത്തി നിൽക്കുന്നു എന്നൊക്കെ അറിയാൻ ആരാധകർക്ക് താല്പര്യമുണ്ടാകും. സോ അൽ നസറിന് 85 ഗ്ലോബൽ റാങ്കിങ് കൊടുക്കുന്നത്. ഗ്ലോബൽ റാങ്കിങ്ങിൽ അൽ നസർ 85 സ്ഥാനത്താണ് വരുന്നത്. സ്വാഭാവികമായിട്ടും നമുക്കറിയാം, ഇപ്പോൾ സൗദി അറേബ്യയിൽ മികച്ച പ്രകടനം അവർ നടത്തിയിട്ടുണ്ട് എന്ന് മാത്രമല്ല, അവരാണ് നിലവിലെ അവിടുത്തെ കിരീട ജേതാക്കൾ എന്നുള്ളതും കൂടി നോക്കുക. ഇത്തവണ ഇപ്പോൾ പുതിയ കോച്ചിന് കീഴിൽ എന്ത് പ്രകടനമായിരിക്കും ക്രിസ്ത്യാനോ റൊണാൾഡോയും സംഘവും നടത്തുക എന്നുള്ളത് ആരാധകർ ഉറ്റുനോക്കുന്ന കാര്യമാണ്. ഇന്റർ മയാമി അവിടെ ഇപ്പോഴും ലീഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്റർ മയാമിക്ക് 101 ഗ്ലോബൽ റാങ്കിങ്. അതായത് ക്രിസ്ത്യാനോയുടെ ടീമിനേക്കാൾ പുറകിലാണ് ലയണൽ മെസ്സിയുടെ ടീമിൻ്റെ റാങ്കിങ് വന്നിരിക്കുന്നത് എന്നർത്ഥം. അതേസമയം ബ്രസീലിയൻ ലീഗിലാണല്ലോ ഇപ്പോൾ നെയ്മർ ജൂനിയർ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ക്ലബ്ബ് സാൻഡോസ് ആണ്. സാൻഡോസ് പക്ഷേ എത്രാം സ്ഥാനത്ത് നോക്കാം, 149 സ്ഥാനത്താണ്. അതായത് മെസ്സിയുടെ ടീമിനേക്കാൾ പുറകിലാണ് സാൻഡോസ് നിൽക്കുന്നത്. ഇതാണിപ്പോൾ ഏറ്റവും പുതിയ ഒപ്റ്റയുടെ പവർ റാങ്കിങ് വന്നിരിക്കുന്നത്. എന്തായാലും ആഴ്സണലും ബയേൺ മ്യൂണിക്കുമാണ് ലോകത്തെ തലപ്പത്ത് നിൽക്കുന്ന ക്ലബ്ബുകൾ. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.